സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന പേരിൽ കഴിഞ്ഞ ദിവസമാണ് നടി ശ്വേതാ മേനനെതിരെ കേസെടുത്തത്. കൊച്ചി സ്വദേശിയാണ് ഈ കേസ് കൊടുത്തത്. ശ്വേത മുമ്പ് അഭിനയിച്ച ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവും അതുപോലെ തന്നെ ചില സിനിമകളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയത്. പക്ഷേ എടുത്തു പറയേണ്ടത്, അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനിടയിലാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനനും മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിഷാദ്, അമ്മയ്ക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അമ്മയ്ക്കകത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു കേസ് വന്നത് എന്ന് നമുക്ക് കരുതാമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇതിപ്പോൾ അമ്മയ്ക്കകത്ത് നോക്കുക ഇത്തരം ചീപ്പായിട്ടുള്ള സംഗതിയിൽ വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ പറയുന്ന കക്ഷിയെക്കുറിച്ച് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇയാൾ ഏത് തരത്തിലുള്ള കുഴപ്പമുള്ള കക്ഷിയാണെന്ന്. നമ്മൾ പണ്ട് ഔട്ട് ഓഫ് ഫോക്കസിൽ സംസാരിച്ച ഒരു പ്രശ്നത്തെ കുത്തിയെടുത്ത് നമ്മൾ രാജ്യത്തിനെതിരായി സംസാരിച്ചു എന്നോ മഹാത്മാഗാന്ധിക്കെതിരായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത ഒരു മാന്യനാണ് ഇദ്ദേഹം. ആ കേസ് എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇദ്ദേഹം ഇതിങ്ങനെ ഊഹിച്ചെടുക്കുന്ന സംഗതികൾ കൊണ്ട് കേസുകൾ ഉണ്ടാക്കി കൊടുക്കുക, അതിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രസക്തിയൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനാണ് ഇതിന് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേരെനിക്കറിയാം. അപ്പോൾ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയേ അല്ല. ഒന്നാമത് ഇന്ത്യയിലെ സെൻസർ ബോർഡ് അംഗീകരിക്കാതെ ഇന്ത്യയിലെ ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ പ്രദർശിപ്പിക്കാനൊന്നും പറ്റില്ല. അത് പരസ്യമായാലും കൊള്ളാം, സിനിമയായാലും കൊള്ളാം. നിങ്ങൾ എന്ത് പ്രദർശിപ്പിക്കുന്നതിനും എന്ത് പുറത്തിറക്കുന്നതിനും നിങ്ങൾക്ക് സെൻസർ ബോർഡിൻ്റെ അംഗീകാരം വേണം. സർക്കാരിൻ്റെ നോംസ് എല്ലാം പാലിക്കണം, നിയമങ്ങൾ പാലിക്കണം. എന്തിനാണ് പാലിക്കാവുന്ന ഒരു സാധനവും പുറത്തിറക്കാൻ പറ്റില്ല. അങ്ങനെ പാലിച്ചുകൊണ്ട് പുറത്തിറക്കിയ പരസ്യങ്ങൾ നമ്മളിവിടെ ഒരുപാട് ബാൻഡായിട്ടുള്ള പരസ്യങ്ങളുണ്ട്, അറിയാമല്ലോ. ആ കൂട്ടത്തിൽ പെടുന്ന പരസ്യങ്ങളല്ല ഇതൊന്നും. സിനിമകളായാലും അവരഭിനയിച്ച സിനിമകൾ കണ്ടിട്ടുള്ള അവരുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടു. അതൊന്നും ഗവൺമെൻറ് ഇവിടെ നിരോധിച്ചിട്ടില്ല. അതിന് പുറത്ത് ഒരു കേസ് കൊടുക്കുക, ആ കേസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായ ഇടപെടൽ ഒരു ഭാഗത്തുനിന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയടുത്ത കോമഡിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വക മാലിന്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സമ്പൂർണ്ണമായിട്ട് അവഗണിക്കണം. ഒരു സ്പേസും കൊടുക്കാൻ പാടില്ല. ഇപ്പം എന്തായാലും കോടതി അത് എടുത്ത് കളഞ്ഞിരിക്കുന്നുള്ളത്, ഇപ്പോൾ അതിൻ്റെ തുടർ നടപടി തടഞ്ഞു വെച്ചിരിക്കുന്നുള്ളത് ആശാസ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഇത്തരം കേസുകളായിട്ട് വരുമ്പോൾ അതിനെ സീരിയസ് ആയി എടുക്കുന്ന സംവിധാനങ്ങളെയും കൂടി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ പുച്ഛിക്കണമെന്ന് ഞാൻ പറയാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞ് ഞാൻ അതിനെ വാല്യൂ ചെയ്യുന്നില്ല. അജ്മൽസിന് എന്താ പറയാനുള്ള വിഷയത്തിൽ? ഈ പരാതിക്കാരൻ നിഷാ നേരത്തെ പറഞ്ഞു മീഡിയ വണ്ണിനെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ ഗാന്ധിയനാണെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിയെയും ആരിഫ് മുഹമ്മദ് ഖാനെയും പരസ്പരം താരതമ്യം ചെയ്ത് അവിടെ നടത്തിയൊരു പരിപാടിയായിരുന്നു അത്. അതായത് ഗാന്ധി ചെയ്തതാണ്, ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതാണ്, ഇത്രേ പറഞ്ഞു. ഈ ചങ്ങാതി പരാതി എഴുതി പോലീസിൽ കൊടുത്തിരിക്കുകയാണ്. ഇവർ ഗാന്ധിയെ അപമാനിച്ചു. അപ്പോൾ പോലീസിന് കയറുമ്പോൾ തന്നെ അതെടുത്ത് ചവറ്റോട്ടയിലിട്ടു. അവിടെ കൊണ്ട് അയാൾ നിർത്തി. അയാൾ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു. പോലീസ് നമ്മുടെ മൊഴിയെടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞ് പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പല വകുപ്പുകൾ എടുത്തും പഠിച്ചു നോക്കി, നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയെങ്കിലും കേസെടുക്കാൻ പറ്റുമോ. ആകെ ഒരു വകുപ്പ് കണ്ടുള്ളത് പട്ടികജാതി പീഡന നിയമമാണ്. ആ പീഡന നിയമം വെച്ചാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ പട്ടികജാതിക്കാർ ആരാധനയോടെ കാണുന്ന ഒരാളെ നിങ്ങൾ അപമാനിച്ചു എന്ന് വരുത്തി കേസെടുക്കാം. പട്ടികജാതിക്കാർക്ക് പ്രത്യേകമായി സവിശേഷമായി ആരാധിക്കുന്ന ആളെന്ന് പറയുമല്ലോ ഗാന്ധിജി. അതുകൊണ്ട് ഒരു വകുപ്പിലും കേസെടുക്കാൻ നിവൃത്തിയില്ലാന്ന് പറഞ്ഞിട്ടാണ് കേസ് തള്ളി കളഞ്ഞു. അങ്ങനെ കേസൊന്നുമില്ല, കേസെടുത്തിട്ടില്ല, പരാതി പരിശോധിച്ച് മൊഴിയെടുത്ത് വിട്ടു. അപ്പോൾ ഇതാണ് നമുക്കറിയാവുന്ന ഈ പരാതിക്കാരൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷേ ഇയാളൊരു പൊതുവെ ഒരു കോൺമാനായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഇയാൾ ക്രൈം മാസിക എന്താണെന്ന് നമുക്കറിയാമല്ലോ. ക്രൈം മാസിക എന്താണെന്നറിയാലോ, അതിൽ റിപ്പോർട്ടറാണ് എന്ന്, അതിൻ്റെ ചീഫ് എഡിറ്ററാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ തട്ടിച്ചു. അതുകൊണ്ട് ക്രൈമുമായി ഇയാൾക്ക് ബന്ധമില്ലാന്ന് ക്രൈം വാരി ഒരിക്കലും പോസ്റ്റർ അടിച്ചത് മാക്സിമം. അപ്പോൾ അറിയാലോ. അപ്പോൾ എനിക്ക് പ്രശ്നം അയാളോടല്ല, ഇയാളൊരു പരാതി കൊടുക്കുന്നു, പോലീസ് പരാതി ഇല്ല എന്ന് കണ്ട് തള്ളിക്കളയുന്നു, ഇയാൾ കോടതി ചെല്ലുന്നു. ഈ മജിസ്ട്രേറ്റ് ഇത് എന്ത് കണ്ടിട്ടാണ് കേസെടുക്കാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സെൻസർ ചെയ്ത് പുറത്തു വിടുന്ന ചിത്രം, ആ ചിത്രങ്ങൾ ഇതുവരെയും ഒരു അഡൾട്ട്സ് ഓൺലി സിനിമയിൽ ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടില്ല, സർട്ടിഫിക്കറ്റ് പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അത്തരം പടങ്ങളിൽ അഭിനയിച്ച ഒരു നടി അവർ ഈ പറയുന്ന എന്ത് കാണിച്ച് പണം ഉണ്ടാക്കിയെന്നാണ്, അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കി. ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, പാലേരി മാണിക്കാണ് ഇയാൾ പരാതിയിൽ പറയുന്ന കാര്യം. പാലേരി മാണിക്ക് ശ്വേതാ മേനോനെതിരെ കേസുണ്ടെങ്കിൽ അപ്പോൾ മമ്മൂട്ടിക്കെതിരെ കേസുണ്ടല്ലോ. അല്ല, പാലേരി മാണിക്യത്തിൽ ശ്വേതാ മേനോൻ എന്തെങ്കിലും അശ്ലീലം കാണിച്ചിട്ടുണ്ടോ? അതിലും കൂടുതൽ അശ്ലീലം മമ്മൂട്ടി കാണിക്കുന്നുണ്ടായി. അപ്പോൾ ഇത് ഈ മജിസ്ട്രേറ്റ് സിനിമ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ലിങ്കൊന്നും തുറന്നു നോക്കാനുള്ള വൈമനസ്യം കൊണ്ട് ചിലപ്പോൾ എന്നാൽ പോട്ടെ എന്ന് ഇത് ചിലപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞാണെന്ന് നമുക്കറിയില്ല. ഹൈക്കോടതി ഇന്ന് അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആവുള്ളൂ. കാരണം കോടതിയിൽ നിന്ന് അങ്ങനെ കോമൺ സെൻസ് ഇല്ല പെരുമാറുന്ന സ്ഥാപനങ്ങളല്ലോ. അപ്പോൾ അതിൽ തിരിച്ചടിയായി. പക്ഷേ ഇത് മാലാപാർവതി അതുപോലെ ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ്. പക്ഷേ ഇയാൾ ഇന്നലെ ഒരു ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞത് ഇതിൽ ഗൂഢാലോചനയൊന്നുമില്ല, കാരണം ഞാൻ മാർച്ചിലെ കേസ് കൊടുത്തതാണ്, മാർച്ചിൽ അമ്മയുടെ തെരഞ്ഞെടുപ്പ് വരുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു വിശദീകരണം കൊണ്ട് അത് ഒഴിവാകുന്ന ഒരു കാര്യമല്ല. കാരണം ഇത്തവണ ചിലപ്പോൾ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സ്ത്രീ അമ്മയുടെ
അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വിപ്ലവകരമായ മാറ്റമാണ്, പ്രത്യേകിച്ചും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ശ്വേതാമേനോനെ പിന്തുണച്ചു വരുന്ന നടിമാർക്കെതിരെയൊക്കെ ആയിട്ട് വലിയ തോതിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഇനിയും ഈ ഇത്രയും സംഭവങ്ങൾക്ക് ശേഷവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും ഈ വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്ക് ശേഷവും അംഗീകരിക്കാൻ കഴിയാത്ത ഏതൊക്കെയോ ശക്തികൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഫലമാണ് അവർ വാടകയ്ക്ക് എടുത്താണോ ഇയാളെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ സംഭവം മാത്രമല്ല, ഇതിനെ തുടർന്നുള്ള അമ്മ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് ശേഷം, നോമിനേഷൻ തുടങ്ങിയതിന് ശേഷമുള്ള ഈ വാദകോലാഹലങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഒരു തരത്തിലും ആ പുരുഷ മേധാവിത്വം വിട്ടുമാറാത്ത ഒരു ഇൻഡസ്ട്രിയായി നമ്മുടെ മലയാള സിനിമ തുടരുന്നു എന്ന് തോന്നലാണ് ഉണ്ടാകും.